അൽ വഹദത്തുൽ ഖാമിസ, മൂന്നാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ്. ഈ യൂണിറ്റിൻ്റെ പേരെന്താണ്? അസ്സിഹ്ഹത്തു വൽ ഹയാത്തു, ആരോഗ്യവും ജീവിതവും. സിഹത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം, ഹയാത്ത് ജീവിതം. അസ്സിഹത്തു വൽ ഹയാത്തു, ആരോഗ്യവും ജീവിതവും. ആരോഗ്യം എന്താണ്? രോഗമൊന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ട് അല്ലേ? അപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, രോഗം വരാതെ നോക്കണം. നല്ല വൃത്തിയിൽ നടന്നാൽ രോഗമുണ്ടാവില്ല, നല്ല ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചാൽ രോഗമുണ്ടാവില്ല അല്ലേ? നമുക്ക് നോക്കാം. കുറേ കുട്ടികൾ ഇതാ ആരോഗ്യത്തോടെയുള്ള കുട്ടികൾ കളിക്കുകയാണ് അല്ലേ? ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷത്തോടെ കളിക്കാൻ കഴിയും. ഇവിടെ 2 കുട്ടികൾ സൈക്കിൾ ഓടിച്ചു പോകുന്നുണ്ട് അല്ലേ? സൈക്കിൾ ഓടിക്കുന്നതൊക്കെ നമുക്ക് ആരോഗ്യം കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ വ്യായാമം ചെയ്യണം, കളിക്കണം, സൈക്കിൾ ഓടിക്കണം, നീന്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയൂ. ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പാടി നോക്കാം. അൽ ഫതൻ നളീഫ്, വൃത്തിയുള്ള കുട്ടി, അതാണ് ഈ പാട്ട്. അനൽ ഫതൻ നളീഫു മുഹദ്ദബുൻ ലതീഫുൻ. ഈ കുട്ടി പറയുകയാണ്, ഞാനൊരു വൃത്തിയുള്ള കുട്ടിയാണ്. അനൽ ഫതൻ നളീഫു, ഞാനൊരു വൃത്തിയുള്ള കുട്ടിയാണ്. മുഹദ്ദബുൻ ലതീഫുൻ, സംസ്കാര സമ്പന്നനായ സൗമ്യനായ കുട്ടിയാണ്. സംസ്കാര സമ്പന്നൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മര്യാദയുള്ള കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. ലതീഫുൻ, സൗമ്യനായ കുട്ടിയാണ്. എല്ലാവരോടും നന്നായി പുഞ്ചിരിക്കുക ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന നല്ല കുട്ടി. ആർക്കും ഒരു ഉപദ്രവമൊന്നും ഉണ്ടാക്കാതെ കഴിയുന്ന കുട്ടിയാണ് ഞാൻ. അഖൂമു ഫി സ്വബാഹി, ഞാൻ രാവിലെ എഴുന്നേൽക്കും. സ്വബാഹ് രാവിലെ, അഖൂമു ഞാൻ എഴുന്നേൽക്കും. അഖൂമു ഫി സ്വബാഹി, ഞാൻ രാവിലെ എഴുന്നേൽക്കും. അസ്ആ ഇലൽ ഫലാഹി, എന്നിട്ട് ഞാൻ വിജയത്തിന് വേണ്ടി ശ്രമിക്കും, വിജയിക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ രാവിലെ എഴുന്നേൽക്കും, പഠിക്കുകയൊക്കെ ചെയ്യും അല്ലേ? പഠിക്കും, പത്രം വായിക്കും, അങ്ങനെ നല്ല ശീലങ്ങളൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ. വഅഗ്സിലുൽ യദൈനി, ഞാൻ കൈകൾ കഴുകും. അഗ്സിലു എന്ന് പറഞ്ഞാൽ ഞാൻ കഴുകും. അൽ യദൈനി, 2 കൈകളും. വൽ വജ്ഹ വരിജ്ലൈനി, മുഖവും കാലുകളും. വജ്ഹ് മുഖം, റിജ്ല് കാല്. വൽ വജ്ഹ, മുഖവും കഴുകും. വരിജ്ലൈനി, 2 കാലുകളും ഞാൻ കഴുകും. വഅൽബസു സിയാബ വഅഹ്മിലുൽ കിതാബ. വഅൽബസു സിയാബ, എന്നിട്ട് ഞാൻ പുസ്തകങ്ങൾ വഅൽബസു സിയാബ, എന്നിട്ട് ഞാൻ വസ്ത്രങ്ങൾ ധരിക്കും. സിയാബ് എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ. അൽബസു, ഞാൻ ധരിക്കും. അസിയാബ, വസ്ത്രങ്ങൾ ഞാൻ ധരിക്കും. വഅഹ്മിലുൽ കിതാബ, എന്നിട്ടോ പുസ്തകം എടുക്കും. പുസ്തകം എടുത്തിട്ട് എന്ത് ചെയ്യും? അസീറു നഹ്വൽ ഇൽമി, വിജ്ഞാനത്തിലേക്ക് പോകും. അതായത് സ്കൂളിലേക്ക് പോകും. വിജ്ഞാനം, അറിവ്, അതെവിടെയാണ് ഉണ്ടാവുക? സ്കൂളിലാണല്ലേ? അപ്പോൾ അറിവ് നേടാൻ വേണ്ടി ഞാൻ എങ്ങോട്ടേക്ക് പോകും? പുസ്തകവും എടുത്തിട്ട് സ്കൂളിലേക്ക് പോകും. ബിഹിമ്മത്തിൻ വ അസ്മിൻ, ദൃഢനിശ്ചയത്തോടെയും ഉത്സാഹത്തോടെയും, നല്ല ഉത്സാഹത്തോടെ, നല്ല ആക്റ്റീവായിട്ട്, പിന്നെ സന്തോഷത്തോടെ, ആവേശത്തോടെയാണ് ഞാൻ സ്കൂളിലേക്ക് പോവുക. ലി അഹ്ഫളൽ ഉലൂമ, എന്തിനു വേണ്ടിയാണ് പോകുന്നത്? അറിവുകൾ പഠിക്കാൻ വേണ്ടി. സ്കൂളിൽ പോയാൽ ധാരാളം അറിവ് കിട്ടുമല്ലേ? അറിവുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സ്കൂളിലേക്ക് പോകും. അറിവുകൾ മാത്രമാണോ സ്കൂളിൽ നിന്നും പഠിക്കുന്നത്? വൽ ഖുലുഖൽ കരീമ, സൽ സ്വഭാവവും നല്ല സ്വഭാവവും മറ്റുള്ള അറിവുകളുമെല്ലാം പഠിക്കാൻ വേണ്ടി ഞാൻ സ്കൂളിലേക്ക് പോകും. സ്കൂളിൽ പോയാൽ നല്ല സ്വഭാവം ഉള്ളവരായി മാറാം. നുക്മിലുൽ ജദ്വല കമാഫിൽ മിസാൽ. ഇനി അടുത്ത പേജ് നോക്കൂ. ഇവിടെ നമ്മൾ കുറച്ച് വാക്കുകൾ പൂരിപ്പിക്കാനുണ്ട്. എന്താണെന്ന് നോക്കാം. ഒരു പട്ടിക കാണുന്നുണ്ട് അല്ലേ? ഒരു ലിസ്റ്റ്. ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. വലതുൻ നളീഫുൻ, ആദ്യം എഴുതിയിരിക്കുന്നത് നോക്കൂ. വലതുൻ നളീഫുൻ. വലതുൻ എന്ന് പറഞ്ഞാൽ കുട്ടി, നളീഫുൻ എന്ന് പറഞ്ഞാലോ വൃത്തിയുള്ള. അപ്പോൾ വലതുൻ നളീഫുൻ എന്ന് പറഞ്ഞാൽ എന്താ?
വൃത്തിയുള്ള ഒരു കുട്ടി. ഓക്കെ, വലതുൻ നലീഫുൻ, വൃത്തിയുള്ളൊരു കുട്ടി. അതിൻ്റെ അപ്പുറമുള്ള കോളത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? മഞ്ഞ നിറത്തിൽ ബിന്ദുൻ നലീഫത്തുൻ, വൃത്തിയുള്ള കുട്ടി. വലതുൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ് അല്ലേ, ബോയ്. ബിന്ദുൻ എന്ന് പറഞ്ഞാലോ പെൺകുട്ടി, ഗേൾ. ബിന്ദുൻ നലീഫത്തുൻ, വൃത്തിയുള്ള കുട്ടി. ആദ്യം വലതുൻ നലീഫുൻ, വൃത്തിയുള്ള ആൺകുട്ടി. ബിന്ദുൻ നലീഫത്തുൻ, വൃത്തിയുള്ള പെൺകുട്ടി. വലത് ആണാണ്, ബിന്ദു പെണ്ണാണ്. ആണിൻ്റെ കൂടെ നലീഫുൻ എന്നാണ് പറയുക, പെണ്ണിൻ്റെ കൂടെയോ നലീഫത്തുൻ എന്നാണ് പറയേണ്ടത്. പെണ്ണിൻ്റെ കൂടെ അവസാനം ഒരു താ ചേരണം. ഓക്കെ, അതേപോലെ ബാക്കിയുള്ള സെൻറ്റൻസുകൾ നമുക്ക് പൂരിപ്പിക്കാം. അടുത്ത വരിയിൽ എന്താണുള്ളത്? ഡാഷ് ജമീലുൻ. ജമീലുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭംഗിയുള്ള. അതിൻ്റെ അടുത്ത കളിയിൽ എന്താ ഉള്ളത്? ബിന്ദുൻ ഡാഷ്. അപ്പോൾ ജമീലുൻ എന്നിടത്ത് നമ്മൾ പൂരിപ്പിക്കണം. അവിടെ നമുക്ക് വലതുൻ എന്ന് പൂരിപ്പിക്കാം. അപ്പോൾ വലതുൻ ജമീലുൻ എന്ന് കിട്ടും അല്ലേ? വലതുൻ ജമീലുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭംഗിയുള്ള ആൺകുട്ടി, സുന്ദരനായ ആൺകുട്ടി. ഇനി അതിൻ്റെ അടുത്ത കോളത്തിൽ ബിന്ദുൻ എന്നുണ്ടല്ലേ. അപ്പോൾ ജമീലുൻ എന്നാണ് വലതിൻ്റെ കൂടെ പറഞ്ഞത്. ബിന്ദിൻ്റെ കൂടെ എന്ത് പറയും? ജമീലത്തുൻ. ഓക്കെ, ബിന്ദുൻ ജമീലത്തുൻ, ഭംഗിയുള്ള പെൺകുട്ടി, സുന്ദരിയായ പെൺകുട്ടി. അതേപോലെ അടുത്ത വരി നോക്കാം. റജുലുൻ കബീറുൻ, വലിയ പുരുഷൻ. റജുലുൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ, കബീറുൻ വലിയ. റജുലുൻ കബീറുൻ, വലിയ പുരുഷൻ. അടുത്ത കോളത്തിൽ എന്താ ഉള്ളത്? മർഅത്തുൻ എന്നാണുള്ളത്. മർഅത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീ. അപ്പോൾ വലിയ സ്ത്രീ എന്നാണ് പറയേണ്ടത്. റജുലിൻ്റെ കൂടെ കബീറുൻ എന്നാണ് പറഞ്ഞത് എങ്കിൽ മർഅത്തിൻ്റെ കൂടെ കബീറുൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മർഅത്തിൻ്റെ കൂടെ എന്ത് പറയും? കബീറത്തുൻ. അപ്പോൾ മർഅത്തുൻ കബീറത്തുൻ, വലിയ സ്ത്രീ. അതേപോലെ അടുത്തത് അബുൻ എന്നാണുള്ളത് അല്ലേ. അബുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉപ്പ. ഉപ്പ എന്ത് വെക്കണം? അതിൻ്റെ അടുത്ത കോളം നോക്കിക്കോളൂ. ഉമ്മുൻ ലത്തീഫത്തുൻ എന്നുണ്ട്, സൗമ്യയായ ഉമ്മ. അപ്പം അതേപോലെ സൗമ്യനായ ഉപ്പ എന്നാണ് പറയേണ്ടത്. അതെങ്ങനെ പറയൂ. അബുൻ ലത്തീഫുൻ, സൗമ്യനായ ഉപ്പ. ഉമ്മുൻ ലത്തീഫത്തുൻ, സൗമ്യയായ ഉമ്മ. അടുത്തത് അവിടെ എഴുതിയിട്ടുണ്ട്. തിൽമീദുൻ നാജിഹുൻ, വിജയിച്ച വിദ്യാർത്ഥി. തിൽമീദുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി. നാജിഹുൻ, വിജയിക്കുന്ന അല്ലെങ്കിൽ വിജയിച്ച വിദ്യാർത്ഥി, പരീക്ഷയിലൊക്കെ വിജയിച്ച വിദ്യാർത്ഥി. നാജിഹ് എന്നാണ് വിജയിച്ച. അടുത്ത കോളത്തിൽ എന്താ ഉള്ളത്? തിൽമീദത്തുൻ നാജിഹത്തുൻ, വിജയിച്ച വിദ്യാർത്ഥിനി. തിൽമീദുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി, തിൽമീദത്തുൻ വിദ്യാർത്ഥിനി. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ആരാ? സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടി അല്ലേ. തിൽമീദത്തുൻ, വിദ്യാർത്ഥിനി എന്ന് പറഞ്ഞാലോ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി. അപ്പോൾ പെൺകുട്ടി ആയതുകൊണ്ട് നാജിഹത്തുൻ എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ കള്ളിയിലോ ആൺകുട്ടി ആയതുകൊണ്ട് നാജിഹുൻ. ഇനി തൊബീബുൻ മാഹിറുൻ, നിപുണനായ ഡോക്ടർ, നല്ല കഴിവുള്ള ഡോക്ടർ. അതേപോലെ നമ്മൾ എങ്ങനെ പറയണം? തൊബീബത്തുൻ മാഹിറത്തുൻ, കഴിവുള്ള ഡോക്ടർ. തൊബീബുൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആണാണ് അല്ലേ, പുരുഷനാണ്. ഡോക്ടർ സ്ത്രീയാണെങ്കിലോ തൊബീബുൻ എന്ന് പറയുമോ? ഇല്ല, തൊബീബത്തുൻ എന്നാണ് പറയുക. അപ്പോൾ തൊബീബത്തുൻ കഴിവുള്ള എന്നുള്ളതിന് പുരുഷൻ്റെ കൂടെ മാഹിറുൻ എന്നാണ് പറഞ്ഞത്. സ്ത്രീയുടെ കൂടെ ആകുമ്പോൾ മാഹിറത്തുൻ എന്ന് പറയണം. അതുകൊണ്ട് തൊബീബത്തുൻ മാഹിറത്തുൻ, കഴിവുള്ള ഡോക്ടർ. അതേപോലെ അടുത്തത് മുദർരിസുൻ കരീമുൻ, മാന്യനായ അധ്യാപകൻ. മുദർരിസുൻ അധ്യാപകൻ, കരീമുൻ മാന്യനായ. ഇനിയോ നമ്മൾ എന്ത് പൂരിപ്പിക്കണം? മാന്യയായ അധ്യാപിക എന്ന് പൂരിപ്പിക്കണം. മുദർരിസത്തുൻ കരീമത്തുൻ, മാന്യയായ അധ്യാപിക. മുദർരിസത്തുൻ അധ്യാപിക, കരീമത്തുൻ മാന്യയായ. മുദർരിസത്ത് പെണ്ണായതുകൊണ്ട് കരീമത്തുൻ എന്ന് പറഞ്ഞു. ഓക്കെ, ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.